നമസ്കാരം. അമേരിക്കയുമായും ഇസ്രയേലുമായും സംഘർഷം കടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുമായുള്ള സഹകരണം തുടരുമെന്നും റഷ്യ യുദ്ധത്തിൽ തങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ പരോക്ഷമായി നൽകുന്നുണ്ടെന്നും ഇറാൻ തുറന്നു പറഞ്ഞത് ലോകരാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അമേരിക്കൻ മാധ്യമമായ NBC ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന മീറ്റ് ദി പ്രസ് പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം ദീർഘകാലമായി ഉള്ളതാണെന്നും അത് രഹസ്യമൊന്നുമല്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞത് നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ വളരെ നിർണായകമായ രാഷ്ട്രീയ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ ഇപ്പോൾ ലോകത്തോട് പറയുന്നത് വ്യക്തമാണ്. അമേരിക്കയുമായോ ഇസ്രയേലുമായോ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷത്തിലും താൻ ഒറ്റയ്ക്കല്ല. റഷ്യ എന്ന ശക്തമായ രാജ്യവുമായി തങ്ങൾക്ക് ഉറച്ച ബന്ധമുണ്ട് എന്ന് തുറന്നു പറയുന്നത് ഒരു രാഷ്ട്രീയ സിഗ്നൽ കൂടിയാണ്. ഇതൊരു സൈനിക പ്രഖ്യാപനം മാത്രമല്ല, മനഃശാസ്ത്രപരമായ സമ്മർദ്ദ തന്ത്രം കൂടിയാണ്. പശ്ചിമേഷ്യ നയിക്കുന്ന രാഷ്ട്രീയ സൈനിക സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ താൻ ഒറ്റപ്പെട്ട രാജ്യമല്ല എന്ന് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയും ഇറാനും കഴിഞ്ഞ വർഷങ്ങളിൽ സൈനിക, ഊർജ, സാമ്പത്തിക മേഖലകളിൽ ബന്ധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷത്തിലേക്ക് റഷ്യ നേരിട്ട് പ്രവേശിക്കുന്നുവെന്ന തരത്തിലുള്ള സൂചനകൾ ലോകരാഷ്ട്രീയത്തെ അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് നയിക്കാനിടയുണ്ട്. ഇതിനകം തന്നെ US, ഇസ്രായേൽ, ഇറാൻ എന്നിവ തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയെ ആണവ സംഘർഷത്തിന്റെ അരികിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ റഷ്യ തുറന്നോ പരോക്ഷമായോ ഇറാനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതൊരു പ്രാദേശിക യുദ്ധം മാത്രമല്ല, മഹാശക്തികൾ തമ്മിലുള്ള കൂടുതൽ കടുത്ത ശക്തി പരീക്ഷയായി മാറാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം മൂലം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായ നിലയിലാണ് എന്നത് കൂടി ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. റഷ്യയുടെ പിന്തുണ ഇറാനെ കൂടുതൽ ധൈര്യത്തോടെ, ആക്രമണ മനോഭാവത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാം. റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നു എന്ന തെളിവുകൾ ശക്തമായാൽ അമേരിക്കയുടെ പ്രതികരണം കടുത്തതാകാനും സാധ്യതയുണ്ട്. ഇതിനകം തന്നെ റഷ്യക്കെതിരെ വ്യാപകമായ സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ പുതിയ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. 1. റഷ്യക്കെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ. 2. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഉൾപ്പെടെ സമ്മർദ്ദം. 3. പശ്ചിമേഷ്യയിൽ കൂടുതൽ കടുത്ത സൈനിക സാന്നിധ്യം. 4. ഇറാനെതിരായ സാമ്പത്തിക, സൈനിക നടപടികൾ ശക്തമാക്കൽ എന്നിങ്ങനെയുള്ള കടുത്ത നടപടികൾക്ക് ഈ ബന്ധം വാതിൽ തുറക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കാരണം റഷ്യയിൽ നിന്ന് ഏറ്റവും വലിയ തോതിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. റഷ്യൻ ഓയിൽ പ്രൈസ് ക്യാപ് പോളിസി പോലുള്ള നിയന്ത്രണങ്ങൾ ഇതിനകം തന്നെ നിലവിലുണ്ട്. എന്നാൽ റഷ്യ ഇറാൻ ബന്ധം കൂടുതൽ സൈനിക സ്വഭാവത്തിലേക്ക് മാറിയാൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ വീണ്ടും ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് മുന്നിൽ 3 വലിയ ചോദ്യങ്ങൾ ഉയർത്തും. കുറഞ്ഞ വിലയിലുള്ള റഷ്യൻ എണ്ണ വാങ്ങൽ തുടരണോ? അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന ബന്ധം മുൻഗണന നൽകണോ? ഊർജ്ജ സുരക്ഷയ്ക്ക് പുതിയ വഴികൾ കണ്ടെത്തണം എന്നിങ്ങനെയാണ് ആ ചോദ്യങ്ങൾ. ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്നത് ഒരു പുതിയ ശക്തി സമവാക്യമാണ്. ഒരു വശത്ത് അമേരിക്കയും അതിന്റെ കൂട്ടാളികളും, മറുവശത്ത് റഷ്യ, ഇറാൻ, ചിലപ്പോൾ ചൈന എന്നിവയും ചേർന്നുള്ള ഒരു പുതിയ ശക്തി കേന്ദ്രം രൂപപ്പെടുകയാണ്. ഇത് ശീതയുദ്ധ കാലഘട്ടം പോലുള്ള പുതിയ ബ്ലോക്ക് രാഷ്ട്രീയത്തിലേക്ക് ലോകത്തെ തള്ളിയിടുന്നുവെന്ന ആശങ്കയും ഇതിനിടെ ഉയരുകയാണ്. ഇറാൻ തുറന്നു പറഞ്ഞ റഷ്യൻ സഹകരണം ഒരു സാധാരണ നയതന്ത്ര പ്രസ്താവനയല്ല. അത് ലോകരാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന പുതിയ കൂട്ടുകെട്ടുകളുടെ സൂചനയാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ പങ്കാളിത്തം ശക്തമായാൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാധ്യത മാത്രമല്ല, ആഗോള ശക്തി സമവാക്യവും മാറാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രതിഫലം ഊർജ്ജ വിപണിയിൽ നിന്നും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്കും വ്യാപിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് സാമ്പത്തികവും തന്ത്രപരവുമായ വലിയ പരീക്ഷണ കാലമായി മാറാൻ സാധ്യതയുണ്ട്. അടുത്ത മാസങ്ങൾ ലോകരാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക ഘട്ടങ്ങളായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഇതോടെ വ്യക്തമാണ്.